നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. GCC രാജ്യങ്ങളിലെ തന്ത്രപ്രധാനമായ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന രാജ്യമാണ് ഒമാൻ. പേർഷ്യൻ ഉൾക്കടലിലെ കവാടത്തിലുള്ള ഈ രാജ്യം സൗദി അറേബ്യ, UAE, യമൻ എന്നീ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നുണ്ട്. ഇറാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുമായി ജലാതിർത്തിയും പങ്കിടുന്നു. കേരളത്തിന് സമാനമായ കാലാവസ്ഥയും ഒമാനിലുണ്ട്. ഒമാനിലെ ഏറ്റവും വലിയ തുറമുഖമാണ് സലാലയിലേത്. 1998 മുതൽ പ്രവർത്തിക്കുന്ന ഈ തുറമുഖം ദോഫാർ ഗവർണറേറ്റിലാണ്. ഏഷ്യയ്ക്ക് യൂറോപ്പിനും ഇടയിൽ വ്യാപാര മേഖലയെ ബന്ധിപ്പിക്കുന്ന പ്രദേശം കൂടിയാണിത്. അടുത്ത കാലത്തായി സലാല തുറമുഖം വലിയ തിരിച്ചടി നേരിടുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട്. തുറമുഖത്ത് എത്തുന്ന കണ്ടെയ്നറുകളുടെ എണ്ണത്തിൽ 16% ഇടിവ് വന്നിരിക്കുന്നത്. ഈ വർഷം ആദ്യ 6 മാസത്തെ കണക്കുകൾ പരിശോധിച്ചാലാണ് 16% ഇടിവ്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കണക്കുകൾ പ്രകാരം 19 ലക്ഷം കണ്ടെയ്നറുകളാണ് സലാലയിൽ എത്തിയിരുന്നതെങ്കിൽ ഈ വർഷം 16 ലക്ഷമായി ചുരുങ്ങി. ചെങ്കടൽ വഴിയുള്ള ചരക്ക് കടത്ത് മുടങ്ങിയതാണ് ഇതിന് കാരണം. സാമ്പത്തികമായി അപ്രതീക്ഷിത തിരിച്ചടിയാണ് ഒമാൻ നേരിടുന്നത്. പലസ്തീനിലെ ഗാസയിൽ ഇസ്രായേൽ സൈന്യം ശക്തമായ ആക്രമണം നടത്തുകയാണ്. ഇസ്രായേലിനെതിരെ രംഗത്ത് വന്ന യമനിലെ ഹൂത്തികൾ ഇസ്രായേലിലേക്ക് പോകുന്നതും വരുന്നതുമായ എല്ലാ ചരക്ക് കപ്പലുകളും ആക്രമിക്കുകയാണ്. ഗാസയിലെ ആക്രമണം ഇസ്രായേൽ അവസാനിപ്പിച്ചാലേ ചെങ്കടലിലൂടെ സുഗമമായ കപ്പൽ യാത്ര സാധ്യമാകൂ എന്നാണ് ഹൂത്തികൾ പറയുന്നത്. ഇതോടെ സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കുള്ള ചരക്ക് കടത്തും പ്രയാസം നേരിടുകയാണ്. ഗാസയിലെ ആക്രമണം ഇസ്രായേൽ 10 മാസമായി തുടരുന്നു. ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഔദ്യോഗികമായി 40,000 കടന്നു, അനൌദ്യോഗികമായി 2 ലക്ഷവും. കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുമെന്ന ആശങ്ക ഇപ്പോഴും ശക്തമാണ്. ഈ സാഹചര്യത്തിൽ സലാല തുറമുഖം നേരിടുന്ന വെല്ലുവിളി ഉടൻ അവസാനിക്കില്ല. ചെങ്കടലിലൂടെ പോയിരുന്ന ചരക്കുകൾ യൂറോപ്പിലേക്കും മറ്റിപ്പോൾ എത്തുന്നത് വളഞ്ഞ വഴിക്കാണ്. തെക്കൻ ആഫ്രിക്കൻ തീരങ്ങളിലൂടെയാണ് കപ്പലുകളുടെ യാത്ര. ഇതോടെ ചരക്ക് കടത്ത് ചെലവേറിയതായി. മാത്രമല്ല, സുരക്ഷാ ഭീഷണി ഉള്ളതിനാൽ പല ഇൻഷുറൻസ് കമ്പനികളും പ്രീമിയം തുക ഉയർത്തി. ഈ വർഷം പ്രതിസന്ധി തീരില്ലെന്നാണ് സലാല തുറമുഖ അധികൃതർ കരുതുന്നത്. യമനിലെ ഹൂത്തികളുടെ ആക്രമണം ഇസ്രായേലിനെ നേരിട്ട് ബാധിക്കില്ല. എന്നാൽ ആഗോളതലത്തിലുള്ള ചരക്ക് ഗതാഗതം ചിലവേറിയതാകാൻ കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന സമ്മർദ്ദം ഇസ്രായേലിന് മേലുണ്ട്. എന്നാൽ കൂടുതൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിക്കുന്ന നടപടിയാണ് ഇസ്രായേൽ നടത്തുന്നത്. ലബനാനിൽ ഇസ്രായേൽ സൈന്യം ഇന്ന് നടത്തിയ ആക്രമണത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. പലസ്തീന് പുറമെ ലബനാൻ, ഇറാൻ, യമൻ, സിറിയ എന്നിവിടങ്ങളിലെല്ലാം ഇസ്രായേൽ ഇതിനകം ആക്രമണം നടത്തിക്കഴിഞ്ഞു.